ഒരു വീട് നിർമ്മാണത്തിൽ കോസ്റ്റ് പോലെ തന്നെ കസ്റ്റമർക്ക് വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഏരിയ ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോയിൽ നമ്മൾ ക്വാളിറ്റി അസസ് ചെയ്യുന്നത് 5 മെത്തേഡിലൂടെയാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന കോൺട്രാക്റ്റ് വളരെ സ്പെസിഫിക് ആക്കുന്നു. വിച്ച് മീൻസ് ഒരു കൺസ്ട്രക്ഷണൽ കോൺട്രാക്റ്റ് നമ്മൾ കസ്റ്റമറായിട്ട് സൈൻ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷണൽ മെത്തേഡുകൾ എന്താണ് എന്നും അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണെന്നും വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ആ ഡോക്യുമെൻറ്റിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യും. കസ്റ്റമേഴ്സിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സിമെൻറ്റ് ഇന്നൊരു സ്പെസിഫിക് ബ്രാൻഡാണ് നമ്മൾ കൊട്ടേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അവൈലബിലിറ്റി ഇഷ്യൂസ് ആ സ്പെസിഫിക് ബ്രാൻഡിന് വരികയാണെങ്കിൽ, നമ്മൾ ആ ബ്രാൻഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറുമായിട്ട് പ്രയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ വേറെ ഒരു ബ്രാൻഡ് അവിടെ ഉപയോഗിക്കുള്ളൂ. സെക്കൻഡ് മെത്തേഡ് നമ്മൾ സൈറ്റിലെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാന്നുള്ളതാണ്. സൈറ്റിലെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ഫുൾ ടൈം സൈറ്റ് എഞ്ചിനീയറെ നമ്മൾ ആ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിലേക്ക് മാത്രമായിട്ട് അസൈൻ ചെയ്യും. സോ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ആ സൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് ഡ്രോയിങ്സ് അനുസരിച്ചുകൊണ്ടും നമ്മൾ ക്ലയൻറ്റിന് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രൊജക്റ്റ് നടക്കുന്നത് എന്ന് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫുൾ ടൈം സൈറ്റ് എഞ്ചിനീയറുടെ പ്രസൻസ് ഒരു സൈറ്റിൽ ഉണ്ടാകുമ്പോൾ ആ സൈറ്റിൽ യാതൊരുവിധ മാൽ പ്രാക്ടീസസും ഉണ്ടാവില്ല. ക്വാളിറ്റി 100% നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മൾ ഓരോ സൈറ്റിലും സൈറ്റ് എഞ്ചിനീയർ കൂടാതെ എല്ലാ വീക്കിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു അസിസ്റ്റൻറ്റ് പ്രൊജക്ട് മാനേജർ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. അതുകൂടാതെ എല്ലാ 2 വീക്സിലും ആ പ്രൊജക്റ്റിലേക്ക് മാത്രം അസൈൻഡ് ആയിട്ടുള്ള പ്രൊജക്ട് മാനേജറുടെ വിസിറ്റ് ഉണ്ടായിരിക്കും. ആ വിസിറ്റിൽ 2 വീക്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ റിപ്പോർട്ട്സുകളും ചെക്ക് ചെയ്ത് സൈറ്റിൽ അതുപോലെ തന്നെയാണോ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യും. അതുപോലെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. അതിലൂടെ ഒരു കണ്ടിന്യൂസ് കോൺടാക്റ്റ് കസ്റ്റമറായിട്ടുള്ളത് കൊണ്ട് കസ്റ്റമറുടെ എല്ലാ ക്വാളിറ്റി റിലേറ്റഡ് കൺസേൺസും നമുക്ക് 100% ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ പറ്റും. ഫോർത്ത് മെത്തേഡായിട്ട് ക്വാളിറ്റി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എല്ലാ സൈറ്റുകളിലും നമ്മൾ CCTV സർവൈലൻസ് സിസ്റ്റം, അതായത് റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെ ക്ലയൻറ്റിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ്സ് നാട്ടിൽ അവൈലബിൾ അല്ല, അവർ പുറത്താണെങ്കിൽ പോലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ലൈവായിട്ട് എന്താണ് സൈറ്റിൽ നടക്കുന്നത് എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റും. 5ാമത്തെ മെത്തേഡായിട്ട് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ 4 പ്രോസസ്സിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ബേസിൽ ഡോക്യുമെൻ്റ് ചെയ്യും. സോ നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തികളും കസ്റ്റമർക്ക് ഒരു ഡോക്യുമെൻ്റായി പോകുന്നത് കൊണ്ട് ക്വാളിറ്റിയിൽ എന്ത് വ്യതിയാനം ഉണ്ടായാലും എന്ത് ചേഞ്ചസ് ഉണ്ടായാലും ക്ലയൻറ്റിന് അത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ വീക്കിലും എല്ലാ സാറ്റർഡേയ്സിലും നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. എല്ലാ മൺഡേയ്സിലും ബിഫോർ 5 o'clock മുൻപായിട്ട് ലാസ്റ്റ് വീക്കിൽ എന്താണോ നടന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കും. ഇൻ കേസ് നാട്ടിൽ അവൈലബിൾ അല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ പോലും ഈ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നതിലൂടെ തന്നെ എന്താണ് വർക്കിൻ്റെ സ്റ്റാറ്റസ് എന്നും ഇനി നെക്സ്റ്റ് വീക്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും കറക്റ്റ് ഐഡിയ കസ്റ്റമർക്ക് കിട്ടും. ഈ ഒരു 5 മെത്തേഡിലൂടെയാണ് ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത്.